Sixth question. Use the shell method to find the volume of the solids. Use the shell method to find the volume of the solids generated by. Use the shell method to find the volumes of the solids generated by revolving the regions. Use the shell method to find the volume of the solids generated by revolving the regions bounded by the curves and lines about the x-axis. Use the shell method to find the volume of the solids generated by revolving the region bounded by the curves and lines about the x-axis. 4 പാർട്ടുണ്ട്. ഫസ്റ്റ് വൺ, x equal to root y, x equal to minus y, y equal to 2. x equal to root y, x equal to minus y, y equal to 2. Second one, x equal to 2y minus y square, x equal to 0. x equal to 2y minus y square, x equal to 0. C, y equal to mod x, y equal to 1. y equal to mod x, y equal to 1. y equal to root x, y equal to 0, y equal to x minus 2. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. ഫസ്റ്റ് വൺ, എക്സ് ഈക്വൽ ടു റൂട്ട് വൈ, എക്സ് ഈക്വൽ ടു മൈനസ് വൈ, വൈ ഈക്വൽ ടു 2. നമുക്ക് ഫിഗർ വരയ്ക്കാനായിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇത് വൈ ഈക്വൽ ടു 2 എന്നുള്ള ലൈന്. y ഈക്വൽ ടു 2 ആണെങ്കിൽ അവിടെ നമ്മൾ എക്സ് മൈനസ് 2 എടുക്കണം അല്ലേ. y 2 വരണമെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 2. നമുക്ക് ഇത് ആദ്യം കോമൺ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് വൈ ഈക്വൽ ടു മൈനസ് വൈ, 2 എക്സുകളും കൂടി ഇക്വേറ്റ്, അത് സൈഡ് ചെയ്താൽ മതി, അതൊക്കെ നമുക്ക് സൈഡ് ചെയ്താൽ മതി, ഫിഗർ വരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 2 എക്സുകളും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് വൈ ഈക്വൽ ടു മൈനസ് വൈ ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പം നമുക്ക് വൈ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് വൈ 0 എന്ന് പറയുമ്പോൾ വൈ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. വൈ കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 0യുമാണ് വൈയുടെ വാല്യൂസ് ഇൻ്റർസെക്ഷനിൽ വരുന്നത്. അപ്പം വെൻ വൈ ഈക്വൽ ടു 0, എക്സും 0യാണ്. വൈ ഈക്വൽ ടു 1ൽ എക്സ് എന്ന് പറയുന്നത്, ഇവിടെ വൈക്ക് നമ്മൾ 1 കൊടുക്കുവാണെങ്കിൽ എക്സ് മൈനസ് 1 വരും. ഇവിടെയാണെങ്കിൽ റൂട്ട് ഓഫ് 1 ആണ്. റൂട്ട് ഓഫ് 1 പ്ലസ് ഓർ മൈനസ് 1 വരാം. അപ്പോൾ നമ്മൾ അതിനകത്തെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റുകൾ എന്ന് പറയുന്നത് 0, 0യും പിന്നെ ഇവിടെ മൈനസ് 1ൽ 1ഉം. മൈനസ് 1ൽ 1, മൈനസ് 2ൽ 2. ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. ഇത് y ഈക്വൽ ടു 2 ആണ്. അപ്പം y ഈക്വൽ ടു 2, ഇവിടെ മൈനസ് 2, ഇത് 1 മൈനസ് 1 1 എന്നുള്ള പോയിൻ്റ് വരും. അപ്പം ഇനി നമുക്ക് പരാബോള എക്സ് ഈക്വൽ ടു റൂട്ട് വൈ, എക്സ് ഈക്വൽ ടു റൂട്ട് വൈ എന്ന് പറയുന്നത്, ഇത് നമ്മൾ വരച്ചത് ഇപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്നുള്ള ലൈനാണ് വരച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ഈക്വൽ ടു 2. ഇനി നമുക്ക് വേണ്ടത് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ എന്നുള്ള പരാബോളയാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്നുള്ള പരാബോളയാണ്. എക്സ് 1 വരുമ്പം y 1, മൈനസ് 1 വരുമ്പോൾ 1. അപ്പോൾ ഇവിടെയുണ്ട് ഈ ഒരു പോയിൻ്റ് വരും.
y ഈക്വൽ ടു 2 എന്ന് പറയുമ്പം എക്സ് √2 വരും അല്ലേ, y2 വരുമ്പം എക്സ് √2. അപ്പോൾ ഈ y ഈക്വൽ ടു 2 എന്ന് പറയുമ്പം ഇവിടെ ഏകദേശം ഇവിടെ √2 വരും, ഇവിടെ √2 വരും. ഇതാണ് പരാബോള വരുന്നത്. നമ്മളോട് റീജിയൻ പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു √y എന്നുള്ള പരാബോള, എക്സ് ഈക്വൽ ടു -y എന്നുള്ള ലൈന്, y ഈക്വൽ ടു 2. അപ്പോൾ നമ്മുടെ റീജിയൻ ഷെയ്ഡ് ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്യണേ, ഈ ഒരു റീജിയനാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഞാൻ ഈ വരച്ചേക്കുന്നത് y ഈക്വൽ ടു 2 എന്നുള്ള ലൈന്, പരാബോള ഈ ലൈന്, ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു -y എന്നുള്ള ലൈന്. അപ്പം ഇതാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ. ഷെയ്ഡ് ചെയ്തോ? എന്നിട്ട് ഞാൻ ഇതൊന്ന് മായ്ച്ചിട്ടൊന്നും കൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് അകത്തെ ലൈൻ ഇനി വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. -1 1ഉം 0 0 ആയിരുന്നു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആയിട്ട് വരും. അപ്പോൾ 0 0 ആണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റീജിയൻ ഷെയ്ഡ് ചെയ്തു. ഇനി റിവോൾവ് ചെയ്യുന്നത് എക്സ് ആക്സിലാണ്. എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കണം. അതായിരിക്കും ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ട് ഇപ്പോൾ ഈ ഒരു റീജിയൻ ഇല്ല, ഇനി ഈ ലൈന്, ഇവിടെ ഈ ലൈന്, ഇവിടെ ഈ കർവ്, നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. ഇതായിരിക്കും ഷെൽ ഹൈറ്റ്. പിന്നെ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഷെൽ റേഡിയസ്. അപ്പോൾ നമ്മൾ റീജിയൻ ഷെയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈനിൽ നിന്ന് ഈ കർവിലോട്ട് നമ്മളൊരു ഡിസ്റ്റൻസ് വരയ്ക്കുവാണ്. കാരണം മേജർ പോർഷൻ ഇവിടം ഈ ലൈൻ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്, കാരണം ഇവിടം വരെ 1 1 വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ഇതിവിടെ √2 1.4. അപ്പം വളരെ ചെറിയൊരു പോർഷനേ ഉള്ളൂ രണ്ട് സൈഡിലും പരാബോള വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുമ്പം ഈ ലൈനിൽ നിന്ന് കർവിലോട്ട് വരച്ചത്. വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ മുകളിലോട്ട് വരച്ചെങ്കിൽ ഇവിടെയും പരാബോള ഇവിടെയും പരാബോളയായിട്ട് വന്നേനെ. പക്ഷേ അതിലും കുറച്ചും കൂടെ ടിപ്പിക്കലായിട്ട് വരുന്ന പോർഷൻ, കൂടുതൽ പോർഷൻ വരുന്നത് എന്താ? ഇവിടം ലൈൻ വന്നിട്ട് ഇവിടെ കർവ് വരുന്ന നോക്കി, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ 1 ആണ്. ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ വൈയുടെ വാല്യൂ √2 ആണ്. 1ഉം √2ഉം തമ്മിൽ 0.4ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം കൂടുതൽ പോർഷൻസ് നമുക്ക് ഈ ഒരു ലൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഡ്രോ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ഇൻസൈഡ് ദ റീജിയൻ. ഡ്രോ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ഇൻസൈഡ് ദ റീജിയൻ. ഇറ്റ് ഈസ് ദ ഷെൽ ഹൈറ്റ്. നമുക്ക് എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പം ഇൻ ടേംസ് ഓഫ് y ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ ഈ കേർവിൽ എക്സിൻ്റെ വാല്യൂ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കേർവിലെ എക്സിൻ്റെ വാല്യൂ ആണ്, അത് √y വരും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ കേർവിലെ എക്സിൻ്റെ വാല്യൂ ആണ്, ലൈനിലെ എക്സിൻ്റെ വാല്യൂ ആണ്, അത് -y വരും. അപ്പോൾ ഇങ്ങോട്ട് y ഉണ്ട്, ഇങ്ങോട്ട് √y ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ √y + y. ഇനി ഷെൽ റേഡിയസ് നമ്മൾ ഈ ഒരു ഹൈറ്റാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് നമുക്ക് y ആയിട്ട് എടുത്താൽ മതി. ഹൈറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഹൈറ്റ് എന്ന് പറയുന്നത് അത് y ആണല്ലോ. അപ്പോൾ ഷെൽ റേഡിയസ് y വരും. വൈയുടെ വേരിയേഷൻ 0 to 2 ആണ്. വോളിയം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 2π ഇൻറ്റു ഷെൽ ഹൈറ്റ് ഇൻറ്റു ഷെൽ റേഡിയസ് dy വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കർവ് ആദ്യം റീജിയൻ്റെ അകത്തൂടെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എക്സ് വാല്യൂം ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള എക്സ് വാല്യൂം കൂടെ നമ്മൾ ആഡ് ചെയ്യുക ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എക്സ് വാല്യൂ എന്ന് പറയുന്നത് √y ആയിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എക്സ് വാല്യൂ എന്ന് പറയുന്നത് -y ആണ്. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ അത് y ആയിട്ട് മാറും. അപ്പോൾ ഇത് y, ഇത് √y. അപ്പോൾ y + √y, ഈ ഹൈറ്റ് y എന്ന് കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 2π ഇൻറ്റു ഷെൽ ഹൈറ്റ് y⁻² + y ഇൻറ്റു y dy എന്ന് വരും.
അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ടു പൈ പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ 0 to 2 y റേസ് ടു ഹാഫും വൈയും കൂടെ y റേസ് ടു 3/2 y സ്ക്വയർ dy. ഇതിനെ വേണം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു y റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് y³ ഫ്രം റേഞ്ച് 0 to 2. ഇനി നിങ്ങൾക്ക് തന്നെ സിംപ്ലിഫൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 5/2 മുകളിലോട്ട് വരുമ്പം 2/5 2 റേസ് ടു 5/2 പ്ലസ് 2³ 2π ഡിവൈഡഡ് ബൈ 2 റേസ് ടു 5/2 എന്ന് പറയുമ്പോൾ 2 റേസ് ടു 1/2നെ 5 പ്രാവശ്യം സ്ക്വയർ ചെയ്യുക. അപ്പോൾ √2 റേസ് ടു 5 ആണ്. √2 റേസ് ടു 5 എന്ന് പറയുമ്പോൾ 4√2. അപ്പോൾ 2 ഇൻറ്റു 4√2 √2 5 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ അത് 4√2 ഇൻറ്റു √2 ചെയ്യുമ്പോൾ 2, 2 പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ പിന്നെയും 2 ഇൻറ്റു 2 ഇൻറ്റു √2. അപ്പോൾ 4√2 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 8/3. അപ്പോൾ 8√2 പ്ലസ് 8√2 ബൈ 5 അപ്പം 2π ഇൻറ്റു 8√2 ബൈ 5 ഡിവൈഡഡ് ബൈ 8/3 എന്ന് വരും. നമുക്ക് 8ഉം കൂടെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇതിൻ്റെ അകത്തു നിന്ന് 8 കോമൺ ആയിട്ട് എടുത്താൽ 16π. രണ്ടിടത്തും 8 ഉണ്ടല്ലോ, 8 കോമൺ എടുത്താൽ 16π ഡിവൈഡഡ് ബൈ √2/5 പ്ലസ് 1/3 എന്ന് വരും. നമുക്ക് LCM 15 എടുത്താൽ 16π ഇൻറ്റു 3√2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 15 വരും. അപ്പോൾ ആൻസർ 16π/15 3√2 പ്ലസ് 5. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം എ പാർട്ട് കഴിഞ്ഞു. ഇനി ബി പാർട്ട്. എൻ്റെ ഒപ്പം തീരാത്തൊരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. x ഈക്വൽ ടു 2y മൈനസ് y സ്ക്വയർ x ഈക്വൽ ടു 0. അപ്പം നമുക്ക് x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് y ആക്സിസാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടി 2y മൈനസ് y സ്ക്വയർ 0 എന്ന് കൊടുത്താൽ y കോമൺ ആയിട്ട് എടുത്താൽ 2 മൈനസ് y ഈക്വൽ ടു 0. അപ്പോൾ y ഈക്വൽ ടു 0യും y ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ y ആക്സിസാണ്. x 0 വരുമ്പം ഇവിടെ 0യും വരും 2ഉം വരും. അപ്പോൾ ഇത് 0 2, ഇത് 0 0. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു, അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ കർവ്? ഇതൊരു പരാബോള, ഏകദേശം ഒരു പരാബോളയുടെ ഫോമിലുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് വൈക്ക് നമ്മൾ 1 കൊടുത്താൽ 2 മൈനസ് 1 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ റീജിയൻ. ഇതിനെ നമ്മൾ എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുക, ഇങ്ങോട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഒരു റീജിയൻ ഷെയ്ഡ് ചെയ്യണേ, ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ഡ്രോ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2y മൈനസ് y സ്ക്വയർ ആണ്. ഇതെന്ന് പറയുന്നത് ഹൈറ്റ് y വരും. ഇറ്റ്സ് ലെങ്ത് ഇസ് ദ ഷെൽ ഹൈറ്റ്. Shell height is equal to, draw a line parallel to the x-axis. Its length is the shell height which is equal to x. അപ്പോൾ in terms of y പറയുമ്പോൾ 2y minus y square വരും. ഷെൽ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്, അത് y വരും. ഇനി വൈയുടെ റേഞ്ച് വേണം. ഇവിടെ 0യും ഇവിടെ 2 ആണ്. y varies from 0 to 3. Therefore, volume is equal to 2π into integral 0 to 2 shell height into shell radius dy വരും. വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
this is equal to 2 pi integral 0 to 2 shell height 2y minus y square shell radius y dy. ഇനി ആൻസർ ചെയ്താൽ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 2 pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 2y സ്ക്വയർ മൈനസ് y ക്യൂബ് dy. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 pi 2y സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2y ക്യൂബ് ബൈ 3 y raised to 4 by 4 from 0 to 2. 2 pi into 2 into 2 cube by 3 minus 2 raised to 4 by 4. 2 pi into 16 by 3 അല്ലേ 16 by 3 minus 2 raised to 4 16 by 4 4 വരും. അപ്പോൾ എൽ സി എടുക്കുമ്പം 2 pi into 16 minus 12 by 3 അപ്പോൾ 4 by 3 വരും. അപ്പോൾ അത് 2 pi into 4 by 3 ഈക്വൽ ടു 8 pi by 3 എന്ന് ആൻസർ 8 pi by 3. ഓക്കെ, ഇനി സി പാർട്ട്. y ഈക്വൽ ടു മോഡ് എക്സും y ഈക്വൽ ടു 1ഉം. y ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് പോസിറ്റീവ് ആകുമ്പോഴും എല്ലാം y എക്സ് ഈക്വൽ ടു y, നെഗറ്റീവ് ആകുമ്പോഴും ഇതേപോലെ തന്നെ പോകും. ഇനി y ഈക്വൽ ടു 1, ഇത് y ഈക്വൽ ടു 1. അപ്പോൾ ഈ പോയിൻ്റ് 1 1ഉം ഇത് -1 1ഉം ആയിരിക്കും. ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, അപ്പോൾ ഇത് ഈ ഒരു ട്രയാങ്കിൾ വേണം ഷെയ്ഡ് ചെയ്യാൻ. ഇത് 1 1. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അതിനെ നമുക്ക് y ഈക്വൽ ടു എക്സ് ആയിട്ടും ഇതിനെ നമുക്ക് y ഈക്വൽ ടു മൈനസ് എക്സ് ആയിട്ടും എടുക്കണം. കാരണം y ഈക്വൽ ടു മോഡ് എക്സ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അത് 2 സെറ്റ് ഓഫ് ലൈൻസ് ആണ്. ഒന്ന് y ഈക്വൽ ടു എക്സ്, ഒന്ന് y ഈക്വൽ ടു മൈനസ് എക്സും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ y ഈക്വൽ ടു മൈനസ് എക്സ്, ഈ ഒരു പോർഷനിൽ y ഈക്വൽ ടു എക്സാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. ഡ്രോ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇറ്റ്സ് ലെങ്ത് ഈസ് ദ ഷെൽ ഹൈറ്റ്. ഈ ലെങ്ത് ആണ് ഷെൽ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ഇത് മൈനസ് എക്സ് ആണ്. അപ്പോൾ അതെന്ത് വരും? ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ അത് 2 ഇൻ ടേംസ് ഓഫ് y ആണ് വേണ്ടത്. 2x ആണ്. അതിന് നമുക്ക് 2x എന്ന് പറയുമ്പോൾ അത് 2y ആയിട്ട് മാറും. കാരണം ഇവിടെ y എന്ന് പറയുന്നത്, ഇവിടുത്തെ x എന്ന് പറയുന്നത് y ആണ്, ഇവിടുത്തെ x എന്ന് പറയുന്നത് -y ആണ്. അപ്പോൾ y -y എന്ന് പറയുമ്പോൾ 2y വരും. ഇനി ഷെൽ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റാണ്. അത് നമുക്ക് y ആയിട്ടാണ്. അപ്പോൾ ഷെൽ ഹൈറ്റ് എടുക്കുന്ന ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ചിത്രം ഓർത്താൽ മതി. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എക്സ് ആണ്. ആ എക്സിനെ നമുക്ക് y ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. കാരണം ഇവിടുത്തെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് എന്നാണ്, ഇവിടുത്തെ ഇക്വേഷൻ y ഈക്വൽ ടു മൈനസ്. അപ്പോൾ ഇത് x ഈക്വൽ ടു -y. ഇവിടുത്തെ x എന്ന് പറയുന്നത് y, ഇവിടുത്തെ x എന്ന് പറയുന്നത് -y. അപ്പോൾ y-യും -y-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും y -y അത് 2y ആണ്. റേഡിയസ് y വരും. ഷെൽ റേഡിയസ് ഈ ഹൈറ്റാണ് y. ഇനി y വേരീസ് ഫ്രം 0 to 1. Therefore വോളിയം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2 pi ഇൻറ്റു ഷെൽ ഹൈറ്റ് ഇൻറ്റു ഷെൽ റേഡിയസ് dy. which is equal to എത്ര വരും? 2 pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഷെൽ ഹൈറ്റ് 2y, റേഡിയസ് y. അപ്പോൾ 2y സ്ക്വയർ dy. അപ്പോൾ 4 pi നമുക്ക് പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ y സ്ക്വയർ dy എന്ന് വരും. അപ്പോൾ 4 pi ഇൻ്റഗ്രൽ 0 to 1, റേഞ്ച് 0 to 1 y ക്യൂബ് ബൈ 3 ഫ്രം 0 to 1. അപ്പോൾ 4 pi ഇൻറ്റു 1/3. അപ്പോൾ ആൻസർ
4π/3 എന്ന് വരും. ആൻസർ 4π/3. ഈ ലാസ്റ്റ് പാർട്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. y = √x, y = 0, y = x-2. ആദ്യം നമുക്ക് y = 0 എന്നുള്ള എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഒന്ന് പരാബോള ഒന്നൊരു ലൈനുമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വൈകൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ √x = x-2 എന്ന് വരും. അപ്പോൾ x = x-2 ഇതൊക്കെ സൈഡ് ചെയ്താൽ മതി. √x = x-2 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് x-2 സ്ക്വയർ, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു. അപ്പോൾ x = x² - 4x + 4e വരും. അപ്പോൾ നമ്മൾ ഈ എക്സും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പം x² - 4x - x + 4 = 0. ഇവിടെ നമ്മൾ x പുറത്തെടുത്താൽ x-4, ഇവിടെ നമ്മൾ -1 പുറത്തെടുത്താൽ x-4 = 0. അപ്പോൾ നമുക്ക് x-1 × x-4 = 0, x = 1, x = 4 എന്ന് കിട്ടും. അപ്പോൾ x1ഉം 4ഉം വരുമ്പോഴാണ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. വെൻ x = 1, y കിട്ടാൻ വേണ്ടി 1 - 2 -1. അപ്പോൾ 1 - 1 ആണ് ഒരു പോയിൻ്റ്. x4 വരുമ്പം y 4 - 2 = 2. അപ്പോൾ 4, 2. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൈഡിൽ ചെയ്താൽ മതി. എന്നിട്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എഴുതിയാൽ മതി. ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് ആർ 1 - 1 and 4, 2. അപ്പം പരാബോളയാണ്. പരാബോള എന്ന് പറയുന്നത് ഇങ്ങനെ വരും. പരാബോള y = ഇത് y = √x. പിന്നെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് -1, 1, 4, 2. അപ്പോൾ ഇത് വരും, ഇത് 4, 2. ഈ ലൈൻ്റെ ഇക്വേഷൻ y = x-2. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? y = അപ്പോൾ ഇങ്ങനൊരു പരാബോള, ഇങ്ങനൊരു ലൈന്, പിന്നെ y = 0. അപ്പോൾ ഇത് വെച്ച് ബൗണ്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ടുള്ളതില്ല, എക്സ് ആക്സിൻ്റെ അടിയിലോട്ടുള്ള പോർഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനാണ്. ഇത്രയും പോർഷൻ ഷെയ്ഡ് ചെയ്താൽ മതി, ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. കാരണം y = 0 വെച്ച് ബൗണ്ട്, എക്സ് ആക്സിസ് വെച്ച് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ പോർഷനേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഇത് പരാബോള, ഇത് ലൈന്, ഇത് നമ്മുടെ y = 0. ഇത് ഈ റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡ്രോ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഡ്രോ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇസ് ലെങ്ത് ഇസ് ദ ഷെൽ ഹൈറ്റ്. ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് വാല്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഇനി ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് x = y + 2 ആയിട്ട് കാണാമല്ല. y = x-2 ആണ്. y = x-2 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് y + 2 ആണ്. ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? y² അല്ലേ വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ നിങ്ങൾ സൈഡിലൊന്ന് എഴുതിയിട്ടാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് രണ്ട് എക്സുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് y ആണ്. നമ്മൾ ചുമ്മാ പറയുമായിരുന്നെങ്കിൽ x-2 - √x ഇൻ ടേംസ് ഓഫ് x ആയിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ നമുക്ക് ഇൻ ടേംസ് ഓഫ് y ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് y എന്ന് പറയുന്നത് y + 2. y = x-2 എന്ന് പറയുമ്പോൾ x = y + 2. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y² ആണ്. അപ്പോൾ ഷെൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് y + 2ൽ നിന്ന് നമ്മൾ y² കുറയ്ക്കണം. അതാണ് ഇവിടെ മെയിൻ. ബാക്കി പ്രോബ്ലത്തിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോയിന്റിലെ എക്സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് y പറഞ്ഞിട്ട് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഈ ഷെൽ ഹൈറ്റ് കിട്ടി. ഇനി ഷെൽ റേഡിയസ് ആണ്. ഷെൽ റേഡിയസ് ആ ഹൈറ്റ്. അപ്പോൾ നമുക്കതിനെ y ആയിട്ട് എടുക്കാം. ഷെൽ റേഡിയസ് y. Therefore വോളിയം ഇസ്, ഇനി വൈയുടെ വേരിയേഷൻ, y വേരീസ് ഫ്രം 0 to 2. എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ വൈയുടെ വേരിയേഷനാണ്. ഇവിടെ മാക്സിമം y വന്നേക്കുന്നത് 2. അപ്പം y വേരീസ് ഫ്രം 0 to 2. അപ്പം ഇൻ്റഗ്രൽ 0 to 2 2π ×
ഷെൽ ഹൈറ്റ് ഇൻറ്റു ഷെൽ റേഡിയസ് ഡി വൈ വരും. ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 പൈ ഇൻറ്റു ഷെൽ ഹൈറ്റ് y പ്ലസ് 2 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡി വൈ ഈക്വൽ ടു 2 പൈ ഇൻ്റഗ്രൽ 0 to 2 വൈ സ്ക്വയർ പ്ലസ് 2y മൈനസ് വൈ ക്യൂബ് ഡി വൈ 2 പൈ ഇൻറ്റു വൈ ക്യൂബ് ബൈ 3 പ്ലസ് 2y സ്ക്വയർ ബൈ 2 മൈനസ് വൈ റേസ് ടു 4/4 ഫ്രം 0 to 2. വൈ സ്ക്വയറിനെ ചെയ്യുമ്പം വൈ ക്യൂബ് ബൈ 3, വൈയെ ചെയ്യുമ്പം വൈ സ്ക്വയർ ബൈ 2, വൈ ക്യൂബിനെ ചെയ്യുമ്പം വൈ റേസ് ടു 4/4 വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു വൈ ക്യൂബ് എന്ന് പറയുമ്പം 8/3 വൈ ക്യൂബ് 2 ക്യൂബ് 8 8/3. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറയുമ്പം 2 സ്ക്വയർ 4 മൈനസ് 2 റേസ് ടു 4/4. 2 റേസ് ടു 4 16/4 ആണ്. അപ്പോൾ അത് 2 പൈ 8/3 മൈനസ് 4 അല്ല പ്ലസ് 4 മൈനസ് 4 എന്ന് വരും. പ്ലസ് 4 മൈനസ് 4. അപ്പം എത്ര വരും? 2 പൈ ഇൻറ്റു 8/3. 4ഉം 4ഉം പോകും. അപ്പോൾ 2 പൈ ഇൻറ്റു 8/3 ആൻസർ 16π/3.